റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്ന് ഭാര്യ സഹോദരൻ ജെയിൻ. റഷ്യയിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷിക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. പീച്ചി ഡാമിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു കുട്ടി കൂടി മരിച്ചു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 3 പീച്ചി ഡാമിൽ വീണ് മരിച്ച ആൻ ഗ്രേസിന് കണ്ണീരിൽ കുതിരുന്ന യാത്രാമൊഴി. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. UDFനെ പിന്തുണയ്ക്കാനുള്ള അൻവറിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വയനാട് ദുരന്തത്തിൽ കാണാതായവരെ മരണപ്പെട്ടതായി കണക്കാക്കുന്ന നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കാണാതായവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം ജനുവരിയിൽ തന്നെ ലഭ്യമാക്കുമെന്ന് മന്ത്രി. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ കാട്ടാനാക്രമണം. ഷൂട്ടിംഗ് സംഘത്തിന്റെ കാർ കാട്ടാന കുത്തിമറിച്ചിട്ടു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഫെലോഷിപ്പുകളും അവാർഡുകളും പ്രഖ്യാപിച്ചു. സദനം വാസുദേവൻ, കലാമണ്ഡലം KG വാസുദേവൻ, കലാക്ഷേത്ര വിലാസിനി എന്നിവർക്ക് ഫെലോഷിപ്പ്. നമസ്കാരം. വാർത്തകൾ വിശദമായി. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി കരുണാലയനിൽ ബിനിൽ മരണപ്പെട്ടുവെന്നും ഒപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന ബന്ധുവും തൃശൂർ സ്വദേശിയുമായ ജെയിൻ കുര്യൻ പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാളാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഈ വിവരം സ്ഥിരീകരിച്ചത്. മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് നോർക്ക ഏകോപിപ്പിക്കും. ഇവർക്കൊപ്പം യുദ്ധമുഖത്ത് പ്രവർത്തിച്ചിരുന്ന തൃശൂർ സ്വദേശിയായ സന്ദീപ് ചന്ദ്രൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊല്ലപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം ബിനിലിന്റെ മൃതദേഹം വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള സത്വര നടപടികൾ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു വരികയാണെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലാണെന്ന് ഒപ്പം പരിക്കേറ്റ ഭാര്യ സഹോദരൻ ജെയിൻ. ബിനിലിനെ 5-ാം തീയതിയാണ് മറ്റൊരു സംഘത്തിനൊപ്പം അയച്ചത്. 2ാമത്തെ സംഘത്തിനൊപ്പം പോകുന്നതിനിടെ ബിനിലിന്റെ മൃതദേഹം കണ്ടെന്ന് ജെയിൻ ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചു. തൊട്ടുപിന്നാലെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ജെയിനും പരിക്കേറ്റു. ജെയിൻ ഇപ്പോൾ മോസ്കോയിൽ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. കുടുംബ സുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിലിലാണ് ബിനിലും ജെയിനും റഷ്യയിലേക്ക് പോയത്. ഇലക്ട്രീഷ്യൻ ജോലി എന്ന് പറഞ്ഞാണ് ഇരുവരെയും റഷ്യയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. മലയാളി ഏജന്റ് കബളിപ്പിച്ചാണ് ഇരുവരെയും കൂലിപ്പട്ടാളത്തിനൊപ്പം അകപ്പെടുത്തിയത്. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് ഡ്രോൺ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട ബിനിൽ ഓർമ്മയായത് സ്വന്തം മകന്റെ മുഖം ഒന്ന് കാണാനാകാതെ. മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും തേടി ഏപ്രിലിലാണ് നാട്ടിൽ നിന്നിവർ പോയത്. ഈ സമയം ബിനിലിന്റെ ഭാര്യ ജോയ്സി ഗർഭിണിയായിരുന്നു. ഇവരുടെ കുഞ്ഞ് ജെയ്ക്ക് ആന്റോണിയോ ബിനിലിന് 5 മാസമാണ് പ്രായം. മകനെ കാണാൻ ഉടൻ എത്തുമെന്ന് ബിനിൽ വീട്ടുകാരെ അറിയിച്ചിരുന്നു. ബിനിലിനെയും ഭാര്യ സഹോദരൻ ജെയിനിനെയും റഷ്യയിൽ നിന്ന് മോചിപ്പിക്കാൻ വീട്ടുകാർ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ഓർത്തഡോക്സ് ഭദ്രാസനാധിപൻ ബസേലിയൂസ് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ ഇടപെടൽ കുടുംബത്തിന് വലിയ പ്രതീക്ഷയാണുണ്ടാക്കിയത്. ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെന്നിസ് അലിപ്പോവുമായി ബാവ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ശശി തരൂർ MP, കെ രാധാകൃഷ്ണൻ MP എന്നിവർ വിഷയത്തിൽ ഇടപെട്ടിട്ടും ശ്രമങ്ങൾ വിഫലമാവുകയായിരുന്നു. ബിനിലിന്റെ മൃതദേഹവും ഗുരുതരമായി പരിക്കേറ്റ ജെയിനിനെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ബന്ധുക്കൾ ഇപ്പോൾ നടത്തുന്നത്. അനധികൃത റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ രാജൻ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കൊല്ലപ്പെട്ട കുട്ടനെല്ലൂർ സ്വദേശി ബിനിലിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പറഞ്ഞു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിനിടയിൽ മരണമടഞ്ഞ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബുവിന്റെ വീട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ചെന്നിത്തല മനുഷ്യക്കടത്ത് നടത്തുന്ന ഏജൻസികളെ സർക്കാർ നിയന്ത്രിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായ A. പ്രസാദ്, സുന്ദരൻ കുന്നത്തുള്ളി, കല്ലൂർ ബാബു, ജെയ്ജു സെബാസ്റ്റ്യൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു.
മന്ത്രി കെ രാജനും ബിനിലിന്റെ വീട് സന്ദർശിച്ചു. വിദേശകാര്യമന്ത്രിക്ക് ഇപ്പം തന്നെ ഞാൻ മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് കാര്യത്തിന് വേണ്ടി. കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ ബന്ധപ്പെടുന്നുണ്ട്. ബോഡി കൊണ്ടുവരിക ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ടാമത് അദ്ദേഹത്തിന്റെ അളിയൻ അവിടെ കുടിയും കിടക്കുന്നു, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ മെസ്സേജ് അയക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ മനുഷ്യക്കടത്ത് നടത്തുന്ന ആളുകൾ കേരളത്തിൽ ധാരാളം അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട്. റിക്രൂട്ടിംഗ് ഏജൻസി ഒന്നുമല്ല. പക്ഷേ ഇതുപോലെ പാവപ്പെട്ട ആളുകളെ മോഹിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി കൂലിപ്പട്ടാളത്തിൽ ചേർക്കുക, വളരെ നികൃഷ്ടമായ ജോലികൾ ചെയ്യിക്കുക. കാരണം അവരവിടെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ റഷ്യയിൽ ഉക്രൈൻ യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ ഒരു ഉത്തരവാദിത്വമില്ലാതെ കൊണ്ടുപോകുന്ന ആരാണ്, ഏത് ഏജൻസിയാണ്, അവരുടെ പേരിൽ കർശന നടപടി ഉണ്ടാവുകയാണ് വേണ്ടത്. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ് പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഒരു വിദ്യാർത്ഥിനി കൂടി മരിച്ചു. പട്ടിക്കാട് സ്വദേശി മുരിങ്ങാത്തുപറമ്പിൽ ബിനോജിന്റെ മകൾ എറിനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 7:44 മരണം. ഇതോടെ പീച്ചി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 3 പട്ടിക്കാട് സ്വദേശികളായ അലീന, ആൻഗ്രേസ് എന്നിവർ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്ന നിമ ജോണിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായത്. പീച്ചി ഡാമിൽ വീണ് മരിച്ച ആൻഗ്രേസിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ആൻഗ്രേസിന് അവസാനമായി ഒരു നോക്ക് കാണാൻ 100 കണക്കിന് ആളുകളാണ് പട്ടിക്കാട് പാറശ്ശേരി വീട്ടിലേക്കെത്തിയത്. വിങ്ങിപ്പൊട്ടിയ മനസ്സും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് പ്രിയ കൂട്ടുകാരിക്ക് നാട്ടിലെയും സ്കൂളിലെയും സഹപാഠികളടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ചേതനയേറ്റ ആൻഗ്രേസിനെ കണ്ട് സങ്കടമടക്കാനാവാതെ പലരും വിതുമ്പി. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആശ്വസിപ്പിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ മൂകമായിരുന്നു ഒരു നാട്. വീട്ടിൽ അന്ത്യശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം ഇടവക ദേവാലയമായ പട്ടിക്കാട് സെന്റ് സേവിയേഴ്സ് ഫൊറോനയിൽ എത്തിച്ചു. തുടർന്ന് ദേവാലയത്തിലെ അന്ത്യപ്രാർത്ഥനകൾക്ക് ശേഷം 11:30 സംസ്കാരം നടന്നത്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഫൈനലായിട്ട് തീരുമാനമെടുക്കും. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി കൂടും. ഇലക്ഷൻ കമ്മിറ്റിയിൽ ഒന്നിൽ കൂടുതൽ ശുപാർശകളുണ്ടെങ്കിലും അതെല്ലാം സിംഗിളാണെങ്കിലും എല്ലാ കാര്യത്തിലും ഫൈനൽ അഭിപ്രായം പറയേണ്ട ഹൈക്കമാൻഡാണ്. അവർ ഇന്ത്യ സഖ്യത്തിലുണ്ടെങ്കിലും അത്ര രസകരമല്ല അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പാർട്ടി കടന്നു വരുമ്പോൾ അതിൽ തീരുമാനം എടുക്കേണ്ടതും അതും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. അതിനു പുറമെ UDFിൻ്റെ കമ്മിറ്റിയിലും ആ വിഷയം ചർച്ച ചെയ്യാം. PV അൻവറിന്റെ പാർട്ടിക്ക് UDFിൽ പ്രവേശനം നൽകുന്ന കാര്യവും ഹൈക്കമാൻഡായിരിക്കും തീരുമാനിക്കുകയെന്നും മുരളീധരൻ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ലാത്തതിനാൽ തൃണമൂലിൽ ചേർന്ന അൻവറിനെ UDFിലെടുക്കുന്ന കാര്യം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമായിരിക്കും തീരുമാനിക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് UDFിന് പിന്തുണ പ്രഖ്യാപിച്ച അൻവറിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. ആരുടെ പിന്തുണയായാലും ഗുണകരമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ 19-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. വയനാട്ടിലെ പ്രശ്നങ്ങളിൽ നടക്കുന്ന പോലീസ് അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ബാക്കി കാര്യം തീരുമാനിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള പോലെ തങ്ങൾക്ക് പാർട്ടി കോടതിയില്ല. NM വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനാണ് തങ്ങളുടെ മുൻഗണന. CPMന്റെ സൊസൈറ്റികൾ അവിടെ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയാണ് CPM ചെയ്യേണ്ടതെന്നും മുരളീധരൻ പരിഹസിച്ചു. UDFിനെ പിന്തുണയ്ക്കാനുള്ള അൻവറിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും നിലമ്പൂരിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവർ സ്ഥാനാർത്ഥിയുടെ പേര് ചൂണ്ടിക്കാണിച്ചതിൽ തെറ്റില്ല. എന്നാൽ കോൺഗ്രസിനെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് പാർട്ടിയുടേതായ നടപടിക്രമമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം ഒരു രീതിയുണ്ട്. അത് ആ രീതി അനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ഇന്നലെ അദ്ദേഹം രാജിവെച്ചു. ഇനിയിപ്പോൾ സ്പീക്കർ അംഗീകരിക്കണം. സ്പീക്കർ അംഗീകരിച്ചു കഴിഞ്ഞ് വിജ്ഞാപനം ഇറക്കണം. അത് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. ഇലക്ഷൻ കമ്മീഷൻ അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ഒറ്റയ്ക്കോ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യാൻ കഴിയുന്നതാണ്. ആ സന്ദർഭത്തിലാണ് പാർട്ടി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. സജഷൻസ് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. അൻവർ ഒരു സജഷൻ വെച്ചു,
വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം മറ്റൊരു സജഷൻ കൂടെ വെച്ചു. അതിനൊന്നും അപാകതയൊന്നുമില്ല. ഏതായാലും UDF-നെ പിന്തുണയ്ക്കാനുള്ള അൻവറിൻ്റെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യാം. നല്ല കാര്യമാണ്. അദ്ദേഹം മത്സരിക്കാതെ UDF-ന് പിന്തുണ കൊടുക്കുന്നത് നല്ല ഒരു കാര്യമാണ്. ഒരു കാര്യം, നിലമ്പൂർ UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങൾക്കൊരു രീതിയുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയൂ. വയനാട് ദുരന്തത്തിൽ കാണാതായവരെ മരണപ്പെട്ടതായി കണക്കാക്കുന്ന നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ജനുവരിയിൽ തന്നെ ലഭ്യമാക്കുമെന്നും മന്ത്രി. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാതെ വൈകുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് കണക്കിലെടുത്താണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത്. കാണാതായവരെ മരണപ്പെട്ടവരായി പ്രഖ്യാപിച്ച് അതിൻ്റെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ സുമോമോട്ടോ മരണം ഈ രേഖയുടെ കൂടി അടിസ്ഥാനത്തിൽ മരണം രേഖപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇത് വളരെ വേഗത്തിലുള്ള ഒരു പ്രക്രിയയായി ഗവൺമെൻറ് ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചു. കാണാതായവരെ അവരുടെ വിശദാംശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് മരണപ്പെട്ടവരുടെ തുടർച്ചാവകാശികൾക്ക് നെക്സ്റ്റ് കിന്നിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജനുവരി മാസത്തോടെ ജിയോയിൽ പറയുന്ന പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ കഴിയും. രണ്ടാമത്തത് പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഔപചാരികമായി കാണാതായതിൻ്റെ വിവരം നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസക്കാലം വിവിധ പ്രസിദ്ധീകരണങ്ങൾ നടത്തി അത് സ്ഥിരീകരിച്ച് സബ് കളക്ടർ നൽകുന്ന മുറയ്ക്ക് പഞ്ചായത്തിന് പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അനുവാദവും കൊടുക്കും. ഈ ഗവൺമെന്റ് ഉത്തരവ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരാളെ കാണാതായാൽ 7 വർഷത്തിന് ശേഷമാണ് മരിച്ചതായി കണക്കാക്കുക. അതിൽ മാറ്റം വരുത്തിയാണിപ്പോൾ കാണാതായവരെ മരിച്ചതായി കണക്കാക്കുന്ന നടപടികൾ സർക്കാർ നടപ്പാക്കുന്നത്. നിലവിൽ കാണാതായവരുടെ എണ്ണം 32 ഇത് സംബന്ധിച്ച പട്ടിക ഈ മാസം തന്നെ തയ്യാറാക്കും. ഇതിലെ നടപടിക്രമങ്ങൾ ഈ മാസം തന്നെ പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ മരണ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മേപ്പാടി ചൂരൽമല ദുരന്തത്തിൽ കാണാതായവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു DNA ലിസ്റ്റ് കൂടി വന്നതോടുകൂടി 32 ആ എണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ജനുവരി മാസത്തോടെ ആദ്യഘട്ടത്തിലെ പ്രക്രിയ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ. TCV തൃശൂർ. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം. ഷൂട്ടിങ്ങിന് പോയ സംഘത്തിന്റെ കാർ വെള്ളപ്പാറ ശിവക്ഷേത്രത്തിന് സമീപം കൊമ്പനാന ആക്രമിച്ചു. റോഡിന് നടുവിൽ നിലയുറപ്പിച്ച ആന കാറിനടുത്തേക്ക് എത്തുകയും അടിഭാഗത്ത് കുത്തുകയും ചെയ്തു. 3 അടിയോളം ഉയരത്തിൽ പൊങ്ങിയ കാർ താഴെ വീണു. ഇതിനിടെ പിന്നിൽ കിടന്നിരുന്ന മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർ ബഹളമുണ്ടാക്കി ആനയെ തുരത്തുകയായിരുന്നു. ആർക്കും പരിക്കില്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശത്ത് കാട്ടാനകൾ വാഹനങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ കൂടി വരികയാണ്. 2023 കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഫെലോഷിപ്പുകളും അവാർഡുകളും എൻഡോമെന്റുകളും തൃശൂരിൽ പ്രഖ്യാപിച്ചു. സദനം വാസുദേവൻ ചെണ്ട, കലാമണ്ഡലം KG വാസുദേവൻ കഥകളി, കലാക്ഷേത്ര വിലാസിനി മോഹിനിയാട്ടം എന്നിവർക്കാണ് ഫെലോഷിപ്പ്. 50,000 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് ഫെലോഷിപ്പ് പുരസ്കാരം. കോട്ടക്കൽ കേശവൻ കുണ്ടലായർ കഥകളി വേഷം, കോട്ടക്കൽ മധു കഥകളി സംഗീതം, കൊട്ടാരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി കഥകളി ചെണ്ട, കലാമണ്ഡലം ഹരിദാസ് കഥകളി മദ്ദളം, ചിങ്ങോലി പുരുഷോത്തമൻ കഥകളി ചുട്ടി, സൂരജ് നമ്പ്യാർ കൂടിയാട്ടം, കലാമണ്ഡലം ലീലാമണി മോഹിനിയാട്ടം, പയ്യന്നൂർ PV കൃഷ്ണൻകുട്ടി തുള്ളൽ, ബിജീഷ് കൃഷ്ണ നൃത്തസംഗീതം എന്നിവർ കലാമണ്ഡലം അവാർഡിന് അർഹരായി. 30,000 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പൊതുവാൾ, ASN നമ്പീശൻ പുരസ്കാരം, എരിക്കാവ് സുനിൽ കലാഗ്രന്ഥം, കലാമണ്ഡലം വെങ്കിട്ടരാമൻ ഡോക്യുമെന്ററി, ഡോക്ടർ സദനം ഹരികുമാർ സമഗ്ര സംഭാവന, കലാമണ്ഡലം ആദിത്യൻ യുവപ്രതിഭ, ചെങ്ങന്നൂർ ഹരിശർമ്മ മുകുന്ദരാജ സ്മൃതി പുരസ്കാരം, ചന്ദ്രമന നാരായണ നമ്പൂതിരി കലാരത്നം എൻഡോവ്മെന്റ്, കോട്ടക്കൽ പ്രദീപ് കഥകളി, കലാമണ്ഡലം രവികുമാർ മിഴാവ്, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, കലാമണ്ഡലം ശർമിള, കലാമണ്ഡലം ആഷിഖ്, EP കൃഷ്ണ എന്നിവരും അവാർഡിന് അർഹരായി. അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ വേണുജി, കമ്മിറ്റി അംഗങ്ങളായ ഫാദർ പോൾ പൂവത്തിങ്കൽ, പ്രൊഫസർ ജോർജസ് പോൾ, കലാമണ്ഡലം ഹുസ്ന ബാനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശിച്ച് ദർശന സായുജ്യമണഞ്ഞ് അയ്യപ്പ ഭക്തർ. ചൊവ്വാഴ്ച വൈകിട്ട് 6:45 പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത്. 2 ലക്ഷത്തോളം പേരാണ് മകരവിളക്ക് ദർശിക്കാൻ ശബരിമലയിലെത്തിയത്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ശരംകുത്തിയിൽ സ്വീകരിച്ചു. 6:30 അയ്യപ്പന് തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടന്നു.
ദീപാരാധനയ്ക്ക് ശേഷം കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമായി. മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന എല്ലായിടങ്ങളിലും പർണശാലകൾ നിറഞ്ഞിരുന്നു. മകരസംക്രമത്തോടനുബന്ധിച്ച് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിച്ചു. ശബരിമല പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിച്ച വേളയിൽ തന്നെയാണ് വടക്കുന്നാഥ സന്നിധിയും ലക്ഷം ദീപങ്ങളാൽ പ്രകാശപൂരിതമായത്. ക്ഷേത്രം മേൽശാന്തി കണിമംഗലം രാമൻ നമ്പൂതിരി ആദ്യ തിരിയിൽ ദീപം തെളിയിച്ചു. തുടർന്ന് ദേവസ്വം ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് ക്ഷേത്രം ചുറ്റുവിളക്കുകളിലും കൽവിളക്കുകളിലും മറ്റുമായി ദീപം തെളിയിച്ചു. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ശരിയല്ല. ബോഡി ഷേമിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ ഒഴിവാക്കണമെന്നും ഹൈക്കോടതി ജാമ്യാപേക്ഷ ഉത്തരവിൽ വ്യക്തമാക്കി. മാള കുരുവിലശ്ശേരിയിൽ അയൽക്കാരനെ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വടാശ്ശേരി വീട്ടിൽ പ്രമോദിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കുരുവിലശ്ശേരി സ്വദേശി പന്നിക്കാരൻ തോമസാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. തോമസും പ്രമോദുമായി വർഷങ്ങളായി ശത്രുതയിലായിരുന്നു. മയക്കുമരുന്ന്, കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് പ്രമോദ്. പലകയും സിമന്റ് സ്ലാബും കൊണ്ട് തലക്കടിച്ചാണ് പ്രതി തോമസിനെ കൊലപ്പെടുത്തിയത്. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടികയറി. ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഖബറിടത്തിൽ നടന്ന കൂട്ടപ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഖത്തീബ് ഖമറുദ്ദീൻ ബാദുഷാ തങ്ങൾ, മുദരിസ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈത്തമി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജുമാഅത്ത് പ്രസിഡന്റ് പി കെ ഇസ്മായിൽ കൊടിയേറ്റി. ജനറൽ സെക്രട്ടറി കെ വി ഷാനവാസ്, ഭാരവാഹികളായ ടി വി അലി ഹാജി, ടി കെ മുഹമ്മദ് അലി ഹാജി, കെ സക്കീർ ഹുസൈൻ, എ ഹൈദ്രോസ്, കെ സി നിഷാദ് എന്നിവർ പങ്കെടുത്തു. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളിക്കും തുടക്കം കുറിച്ചു. ഈ മാസം 27, 28 തീയതികളിലാണ് ചന്ദനക്കുടം നേർച്ച ആഘോഷിക്കുന്നത്. ധീരനായ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ സ്മരണ പുതുക്കി നടത്തുന്ന മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ വിളംബരമറിയിച്ച് തുടർച്ചയായ 57ാം വർഷവും പാലക്കാട് കണ്ണമ്പ്ര KS മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ ബദരിയ മുട്ടുമിളി സംഘം മണത്തലയുടെ മണ്ണിലെത്തി. നേർച്ചയുടെ പ്രധാന ആഘോഷ ദിനമായ 28 വരെ നാട്ടുകാരെ വിളിച്ചുണർത്താൻ ഉസ്താദും സംഘവും മുട്ടും വിളിയുമായി പ്രയാണം തുടരും. 16ാം വയസ്സിൽ തുടങ്ങിയ ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളായ ബദറിലെയും ഉഹദിലെയും പോരാളികളെ പ്രകീർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഇണങ്ങളുമായാണ് ഉസ്താദും സംഘവും നാടും നഗരവും ചുറ്റുന്നത്. ഇശലകളുടെ സംഗീതം ചാവക്കാടിന്റെ മുക്കിലും മൂലയിലും മുഴങ്ങി. ഓരോ വീട്ടുകാരും സംഘത്തെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. എല്ലാ കൊല്ലവും മുടക്കം വരുത്താതെ തുടർച്ചയായി മണത്തല നേർച്ചയ്ക്കായി എത്തുമെന്നും ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്നും ഉസ്താദ് ഹുസൈൻ പറഞ്ഞു. ഒരു കൊല്ലവും മുടക്കാതെ 57ാമത്തെ വർഷമാണ് ഈ മണത്തല ഹൈദ്രോസ് കുട്ടി പാപ്പാൻ്റെ മക്ബറയിൽ ഈ കൊടിയേറ്റത്തിന് വന്നിട്ടുള്ളത്. ഇനിയും കയ്യിൽ കൊയൽ പിടിക്കുന്ന കാലത്തോളം ഈ പരിപാടി അതിമനോഹരമായിട്ട് നടത്തും. താബൂത്ത് കാഴ്ചയിലെ നിറസാന്നിധ്യമാണ് മുട്ടുംവിളി. വരും നാളുകളിലെ നേർച്ചാഘോഷത്തിന് മാറ്റുരയ്ക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഈ സംഘം. TCV ന്യൂസ്, ചാവക്കാട്. കൊടുങ്ങല്ലൂരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വ്യാപകമായി ഹാക്ക് ചെയ്ത് ഓൺലൈൻ തട്ടിപ്പിന് ശ്രമം. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറിയ ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിലാണ് വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. SBIയുടെ റിവാർഡ് പോയിന്റിന് അർഹരായിട്ടുണ്ടെന്നും ഇതോടൊപ്പമുള്ള APK ഫയൽ
തുറന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുമാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം. ബാങ്കിന്റെ ലോഗോയും മറ്റും തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. യഥാർത്ഥ സന്ദേശമാണെന്ന് ധരിച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെ ഹാക്ക് ചെയ്യപ്പെടുമെന്ന് IT വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിൽ വിവിധ ആവശ്യങ്ങൾക്കായി തയ്യാറാക്കിയതും സജീവമായി നിലനിൽക്കുന്നതുമായ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് തട്ടിപ്പ് സംഘം നുഴഞ്ഞു കയറിയിട്ടുള്ളത്. തട്ടിപ്പ് ശ്രമം തിരിച്ചറിഞ്ഞതോടെ പല ഗ്രൂപ്പുകളും അഡ്മിൻമാർ ഡിലീറ്റ് ചെയ്യുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാൾ ലോൺ അടച്ചില്ല എന്ന കാരണത്താൽ കുടുംബത്തിലുള്ളവർക്ക് വായ്പ നൽകാൻ പാടില്ലെന്ന സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തൃശൂർ ജില്ലാ സഹകരണ ജനാധിപത്യ വേദിയുടെ സഹകാര്യ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കുകളിലെ ജപ്തി നടപടികളിൽ വ്യക്തത വരുത്തണമെന്നും ചെന്നിത്തല പറഞ്ഞു. ജില്ലാ ചെയർമാൻ MK അബ്ദുൽ സലാം അധ്യക്ഷനായി. TV ചന്ദ്രമോഹൻ, PA മാധവൻ, ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. മഴയിലും ആഘോഷം ചോരാതെ ഒന്നാം താലപ്പൊലി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാം താലപ്പൊലി നാൾ ഉത്സവ പ്രേമികൾക്ക് ഹൃദ്യമായ അനുഭവമായി മാറി. തെക്കേ നടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ദേവസ്വം അച്യുതൻകുട്ടി കോലമേന്തി. എഴുന്നള്ളിപ്പിന്റെ തുടക്കത്തിൽ പരക്കാട് തങ്കപ്പൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് കിഴക്കൂട്ടനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും അകമ്പടിയായി. എഴുന്നള്ളിപ്പ് വലിയ ആനപ്പന്തലിലെത്തിയ സമയത്ത് മഴ പെയ്തത് ആശങ്ക സൃഷ്ടിച്ചു. തുടർന്ന് 3 ആനകളെ വടക്കേ നടയിലെ നടപ്പന്തലിന് സമീപം അണിനിരത്തി എഴുന്നള്ളിപ്പ് തുടർന്നു. ഗുരുവായൂർ നഗരമധ്യത്തിലെ തോട്ടിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നത് ദുരിതമായി മാറുന്നു. മൂക്ക് പൊത്താതെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും നടപടിയെടുക്കാത്ത നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഒരു കാലത്ത് ശുദ്ധജലം ഒഴുകിപ്പോയിരുന്ന വലിയ തോട്ടിലൂടെ ഇന്നൊഴുകുന്നത് മലിനജലമാണ്. കറുപ്പു നിറമുള്ള ഈ വെള്ളത്തിന് രൂക്ഷഗന്ധമാണ്. നഗരത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യമാണിതെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രിയിലാണ് സ്ഥാപനങ്ങൾ മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും പല സ്ഥാപനങ്ങളും പരസ്യമായി തന്നെ മാലിന്യം ഒഴുക്കുന്നുണ്ട്. ഇതിനെതിരെ വാർഡ് കൗൺസിലർ അടക്കമുള്ളവരോട് നിരന്തരം പരാതി പറയാറുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മമ്മിയൂർ ഭാഗത്ത് ഓടയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുവാൻ സഹായിക്കുന്നില്ല. രാത്രിയിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ജനങ്ങൾ മൂക്കും പൊത്തിക്കൊണ്ടാണ് ഇതിലെ പോകുന്നത്. ഇതിനൊരു പരിഹാരം കാണണം. ശുചിമുറി മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിപ്പോവുകയല്ലാതെ നടപടിയെടുക്കുന്നില്ലെന്നാണ് കൗൺസിലർ രേണുക ശങ്കർ പറയുന്നത്. ഈ വലിയ തോടിന്റെ ശോചനീയമായ അവസ്ഥ പല പ്രാവശ്യം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നമുക്ക് അതിന് തക്കതായ ഒരു പരിഹാരം ലഭിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. ദുർഗന്ധം കാരണം ഈ വഴി മൂക്കുപൊത്തി മാത്രമേ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കടകളിലേക്ക് ആൾക്കാർ വരാത്ത അവസ്ഥയും ഇതിന്റെ പരിസരങ്ങളിൽ പ്രവർത്തിക്കുന്ന താമസ സ്ഥലങ്ങളിൽ ആൾക്കാരെ താമസിക്കാൻ മടിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ റൂമുകൾ എടുത്തതിന് ശേഷം ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം ഇവിടുന്ന് വിട്ടുപോകുന്ന അവസ്ഥയും കൂടി ഉള്ളപ്പോ നിരന്തരമായ പരാതി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരമായിട്ടില്ല. മഴക്കാലത്തിന് മുന്നോടിയായി നഗരസഭ നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണ നടത്തിയിട്ടില്ലെന്നും കൗൺസിലർ പറഞ്ഞു. ദുർഗന്ധം പേറേണ്ടതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ലോഡ്ജുകളിലേക്കും ആളുകൾ വരാൻ മടിക്കുകയാണെന്നാണ് മേഖലയിലെ സ്ഥാപനങ്ങളിലുള്ളവർ പറയുന്നത്. ഇവിടെ കൊതുക് ശല്യവും രൂക്ഷമാണ്. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, ഗുരുവായൂർ. വധശ്രമ കേസ് പ്രതികളായ 4 പേരെ ആലപ്പാട് സെന്ററിൽ നിന്ന് പോലീസ് സാഹസികമായി പിടികൂടി. കളമശ്ശേരി പോലീസാണ് അന്തിക്കാട് പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയത്. പ്രതികൾ 2 ദിവസമായി ആലപ്പാട് കുണ്ടോളിക്കടവ് ഷാപ്പു പ്രദേശത്ത് തങ്ങിയിരുന്നതായി പറയുന്നു. ഇതിൽ ഒരാൾ പോലീസുകാരനെ വെട്ടിയ കേസിൽ പ്രതിയും കാപ്പ പ്രകാരം നാട് കടത്തപ്പെട്ട ആളുമാണ്. അറസ്റ്റിലായവർ തിരുവനന്തപുരം, എറണാകുളം സ്വദേശികളാണെന്നാണ് സൂചന. പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ശരിയായ അവബോധം സൃഷ്ടിക്കുക എന്നത് മാധ്യമങ്ങളുടെയും മുഖ്യ അജണ്ട ആകണമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു.
തൃശൂർ പ്രസ് ക്ലബിന്റെ TV അച്യുതവാര്യർ സ്മാരക മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പാരിസ്ഥിതിക പ്രശ്നം. ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് പൊതുവെ കാണേണ്ടതുണ്ട്. പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ ശരിയായ അവബോധം സൃഷ്ടിക്കുക എന്നത് മാധ്യമങ്ങളുടെയും ഒരു മുഖ്യ അജണ്ടയാണ്. മാധ്യമങ്ങൾ അതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോകം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായി കാലാവസ്ഥാ വ്യതിയാനം മാറി. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്തേ കേരളത്തിന് മുന്നോട്ടു പോകാനാകൂ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഇത് വലിയ നിലയിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയും അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കേരളവും ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഭാവിയിൽ ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇത് മുന്നിൽ കണ്ടാണ് രാജ്യത്താദ്യമായി കേരളത്തിൽ ടൂറിസം പൊതുമരാമത്ത് മേഖലയിൽ പുതിയ ഡിസൈൻ പോളിസിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പരിസ്ഥിതിക്ക് അനുയോജ്യവും കാലം ആഗ്രഹിക്കുന്നതുമായ പുനരുപയോഗ സാധ്യത നിർമ്മാണ രീതിയായ FDR എന്ന ഫുൾ ഡെപ്ത് റിക്ലമേഷൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. തൃശൂർ, ഒല്ലൂരടക്കം ഈ രീതിയിലാണ് റോഡ് ടാറിംഗ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ വിമർശനങ്ങളെയും അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന സർക്കാർ കേരളത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശങ്ങളും വിമർശനവും അനിവാര്യം. എല്ലാ വിമർശനങ്ങളെയും അതിൻ്റെതായ അർത്ഥത്തിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് എല്ലാ നിലയിലുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദൃശ്യമാധ്യമ പുരസ്കാരം ബിജു പങ്കജിനും പത്രമാധ്യമ പുരസ്കാരം രജി R. നായർക്കും മന്ത്രി സമ്മാനിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ N. ശ്രീകുമാർ അച്യുതവാര്യർ അനുസ്മരണം നടത്തി. പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത് ബാലൻ, ട്രഷറർ TS. നീലാംബരൻ എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. മകരസംക്രമ സന്ധ്യയിൽ ദീപം തെളിയിച്ച് KSRTC ജീവനക്കാർ. തൃശൂർ ഡിപ്പോയിലെ ജീവനക്കാരും യാത്രക്കാരും ചേർന്നാണ് ഡിപ്പോയിലെ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ ദീപം തെളിയിച്ച് എള്ളുണ്ട പ്രസാദമായി നൽകി മകരസംക്രമ സന്ധ്യയെ വരവേറ്റത്. ശരണം വിളിച്ചും പ്രസാദം നൽകി നടത്തിയ മകരസംക്രമാഘോഷം യാത്രക്കാർക്കും ഹൃദ്യമായ അനുഭവമായി. തൃശൂർ വിജിലൻസ് വിഭാഗം ഇൻസ്പെക്ടർ ഇൻചാർജ് MG രാജേഷ് ദീപം തെളിയിച്ചു. ഇൻസ്പെക്ടർമാരായ ഗോപാലകൃഷ്ണൻ നായർ, യജിൻ ബാബു, കണ്ടക്ടർമാരായ CP ഗിരീഷ്, K. സതീഷ്, അസിസ്റ്റന്റ് സർജന്റ് അബ്ദുൽ സലാം, സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിരപ്പള്ളി സന്ദർശനത്തിന്റെ ഭാഗമായി ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ മെയ്ലി ഓബനും കുടുംബവും കണ്ണൻകുഴിയിലെത്തി. ഭാര്യ അനിക്കോ ലവായും 5 മക്കളും ഒപ്പമുണ്ട്. കണ്ണൻകുഴി സംരോഹ റിസോർട്ടിൽ തങ്ങിയ വിക്ടർ ഓബനും കുടുംബവും ബുധനാഴ്ച രാവിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനെത്തും. ബുധനാഴ്ച വൈകിട്ട് വിക്ടർ ഓബനും കുടുംബവും 12 ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം ഹംഗറിയിലേക്ക് പോകും. ജനുവരി 3-നെത്തിയ ഹംഗറി പ്രധാനമന്ത്രി മൂന്നാറും ആലപ്പുഴയും സന്ദർശിച്ചിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7270 രൂപ, പവന് 58,160 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3348 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കൊട്ടുന്നല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്ന് ഭാര്യ സഹോദരൻ ജെയിൻ. റഷ്യയിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷിക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി K. രാജൻ. പീച്ചി ഡാമിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു കുട്ടി കൂടി മരിച്ചു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 3 പീച്ചി ഡാമിൽ വീണ് മരിച്ച ആൻഗ്രേസിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. UDFനെ പിന്തുണയ്ക്കാനുള്ള അൻവറിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വയനാട് ദുരന്തത്തിൽ കാണാതായവരെ മരണപ്പെട്ടതായി കണക്കാക്കുന്ന നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ. കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ജനുവരിയിൽ തന്നെ ലഭ്യമാക്കുമെന്നും മന്ത്രി. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ കാട്ടാനാക്രമണം. ഷൂട്ടിംഗ് സംഘത്തിന്റെ കാർ കാട്ടാന കുത്തിമറിച്ചിട്ടു.
കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഫെലോഷിപ്പുകളും അവാർഡുകളും പ്രഖ്യാപിച്ചു. സദനം വാസുദേവൻ, കലാമണ്ഡലം KG വാസുദേവൻ, കലാക്ഷേത്ര വിലാസിനി എന്നിവർക്ക് ഫെലോഷിപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.